യേശുവിനെ അറിഞ്ഞപ്പോൾ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാന അനുഗ്രഹമാണ് അവൻ്റെ മക്കളാക്കി നമ്മളെ മാറ്റി. We are the children of God. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശു തൻ്റെ ജനത്തെ പഠിപ്പിച്ച ഒത്തിരി കാര്യങ്ങളുണ്ട്. യേശു ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ ജനത്തിന് പറഞ്ഞു കൊടുത്തു. നിങ്ങൾക്കറിയാമോ, ദൈവത്തിന് ബൈബിളിൽ പല പേരുകളുണ്ട്. അബ്രഹാം ഈ ദൈവത്തെ വിളിച്ചു യഹോവ ഈരേ, യോശുവ വിളിച്ചു യഹോവ നിസി, മോശ വിളിച്ചു യഹോവ റാഫ, ശമൂവേൽ വിളിച്ചു എബനേസർ, യഗസ്കേൽ വിളിച്ചു യഹോവ സിഖിദേം, മോശ വീണ്ടും വിളിച്ചു യഹോവ നിസി, ഹന്ന വിളിച്ചു എൽ എലിയോൺ, യാക്കോവ് വിളിച്ചു എന്താ വിളിച്ചേ? എൽ ഇസ്രായേൽ, അല്ലേ? ഇസ്രായേലിൻ്റെ ദൈവം. ഇങ്ങനെ എല്ലാവരും ദൈവത്തിന് ഓരോ പേര് കൊടുത്തു. എത്ര മനോഹരമായ പേരാണല്ലേ, എത്ര ശക്തമായ പേരാണ്. എന്നാൽ യേശു വന്ന് ദൈവത്തിനൊരു പേരിട്ടു, പിതാവിനെ പരിചയപ്പെടുത്തി. എങ്ങനെയാണെന്നറിയാമോ? ആ പേര് ഇങ്ങനെയാണ് പറഞ്ഞത്, അബ്ബാ, പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. യേശു ദൂരെ ഇരിക്കുന്ന ദൈവത്തെ നമുക്ക് സമീപസ്ഥനാക്കി തന്നു. എബ്രായ ലേഖനം 1:1 പറയുക, പണ്ട് ദൈവം ഭാഗമായും വിവിധമായും തൻ്റെ പ്രവാചകന്മാരിലൂടെ വെളിപ്പെടുത്തി. എന്നാൽ ഇപ്പോഴോ ദൈവം യേശുവിലൂടെ പൂർണ്ണമായത് വെളിപ്പെടുത്തി. യേശുവിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ട് പറയുക, ഈ ദൈവം നിനക്ക് അകലെ ഇരിക്കുന്ന എൻ്റെ ദൈവമേ എന്ന് വിളിക്കത്തക്ക രീതിയിൽ അകലെ ഇരിക്കുന്നവനല്ല, അപ്പാന്ന് വിളിക്കാൻ നിന്റെ അടുത്തിരിക്കുന്നവനാ. ഇതിനകത്ത് 100 കണക്കിന് ആളുകൾ അപ്പൻ്റെ സ്നേഹം അറിയാത്തവരുണ്ട്, അപ്പനെ കുറിച്ച് അറിയാത്തവരുണ്ട്, അപ്പനുണ്ടായിട്ടും പ്രയോജനമില്ലാത്തവരുണ്ട്. എന്നാൽ ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങൾക്കൊരപ്പനെ പരിചയപ്പെടുത്തുന്നു. അവൻ സർവശക്തനാണ്, അവൻ സർവവല്ലഭനാണ്, അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്, അവന് ചെറുപ്പമോ വലിപ്പമോ ഇല്ല. നിങ്ങൾക്കറിയാമോ, പഴയ നിയമത്തിൽ അബ്രഹാം, നോഹ, മോശ, ദാവീദ് നമ്മളെക്കാൾ ആത്മീയ ജയൻസ്, ആത്മീക മല്ലന്മാർ നിൽക്കുകയാണ്. അവർക്കെല്ലാം ഈ ദൈവത്തിൻ്റെ അടുക്കൽ വരാൻ, ശ്രദ്ധിച്ചു കേൾക്കണം, ഈ പദം മിസ്സാവല്ലേ, അവർക്കെല്ലാം ദൈവത്തിൻ്റെ അടുക്കൽ വരാൻ പ്രോട്ടോകോൾ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നിയമങ്ങൾ ഉണ്ടായിരുന്നു, എന്ന് വെച്ചാൽ നിയമസംഹിതകൾ ഉണ്ടായിരുന്നു. പ്രത്യേക സ്ഥലം, പ്രത്യേക സമയം, പ്രത്യേക വേഷവിധാനം, പ്രത്യേക കർമ്മങ്ങൾ, ഇതൊക്കെ ഉണ്ടെങ്കിലേ അവർക്കെല്ലാം ഈ ദൈവത്തിൻ്റെ അടുക്കൽ വരാൻ പറ്റത്തുള്ളായിരുന്നു. എന്നാൽ ഇന്ന് പകൽ നമ്മുടെ പ്രത്യേകത, സമയമില്ല, നേരമില്ല, വസ്ത്രത്തിന് വിഷയമില്ല, നിന്റെ സാഹചര്യത്തിന് വിഷയമില്ല. ഇന്ന് പകലും എവിടുന്നുണ്ട് നീറുന്ന ഹൃദയത്തോടെ അപ്പാന്ന് വിളിച്ചാൽ, ഇന്ന് പകലിൽ ചില വീടുകൾക്കകത്ത് അവൻ പിതാവായി ഇറങ്ങാൻ പോവാം. നിനക്ക് കിട്ടേണ്ട സ്നേഹം, കരുതൽ, നിനക്ക് കിട്ടേണ്ടത് ഒന്നും അപ്പനിൽ ഈ ലോകത്തിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ, ദാണ്ട് ഇന്ന് പകൽ നിന്നെ ഇതിനകത്ത് ഓടിച്ചു കയറ്റിയത് വേറൊരപ്പനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്താനുണ്ട്. ലോകത്തിലുള്ള അപ്പനേക്കാൾ സ്നേഹിക്കുന്നവൻ, ലോകത്തിലുള്ള അപ്പനേക്കാൾ കരുതുന്നവൻ, ലോകത്തിലുള്ള അപ്പനേക്കാൾ നിന്നെ നടത്തുന്നവൻ. എങ്ങനെയാ നിങ്ങൾക്ക് ഈ അപ്പനെ കിട്ടിയെന്നറിയാമോ? യോഹന്നാൻ 1:12 പറയുകയാണ്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും. നിങ്ങളുടെ ബൈബിളിൽ അവിടെ ക്രിസ്ത്യാനി എന്നുണ്ടോ? നിങ്ങളുടെ ബൈബിളിൽ അവിടെ ഇന്ന വ്യക്തി എന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. പിന്നെ പകരം എങ്ങനെയാ കൊടുത്തിരിക്കുന്നത്? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ആർക്കും ദൈവ മക്കളാകാൻ അവൻ അധികാരം നൽകിയിരിക്കുന്നു. ഈ പിതാവിനെ നിങ്ങൾക്ക് വേണോ? ഒറ്റ കാര്യമുള്ളൂ, അവനെ കൈക്കൊള്ളണം. യേശുവിനെ നീ കൈക്കൊള്ളാൻ റെഡിയാണെങ്കിൽ 2 കൈയും നീട്ടി ഹൃദയം തുറന്ന് യേശുവേ നീ എന്റേതാണെന്ന് പറയാൻ ഒരു കുഞ്ഞിതിനകത്ത് തയ്യാറായാൽ, നീ ഇവിടുന്ന് പോകുന്നത് ഒറ്റയ്ക്കല്ല, അനാഥയായിട്ടല്ല, നീ ഇവിടുന്ന് പോകുന്നത് പരാജയപ്പെട്ടല്ല, ഒരപ്പനെ ലഭിച്ചവനായി. നല്ലൊരു താതനും പെറ്റമ്മയെ കവിയാത്രവാനും പിതാവായ
പിതാവില്ലാത്തോർക്ക് നല്ലൊരു താതനും പെറ്റമ്മയെ കവി യാത്രവാനും വിധവയ്ക്കു കാന്തനും സാധുവിനാപ്പാവും എല്ലാവർക്കുമെല്ലാം കർത്താവത്രേ. വിധവയ്ക്കു കാന്തനും സാധുവിനാപ്പാവും എല്ലാവർക്കും